നമ്മുടെ സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നമ്മൾ പാടുന്ന സഹനം വഴിയായി മരണത്തിന്മേൽ എന്ന തുടങ്ങുന്ന ഗീതമുണ്ടല്ലോ. അപ്പോൾ ആ പാട്ട് നമുക്ക് ഇന്നൊന്ന് പഠിക്കാം. ഈ മൈനർ സ്കെയിലിൽ നമുക്ക് പഠിക്കാം. എൻ്റെ ഇൻട്രൊഡക്ഷൻ മ്യൂസിക് ഇങ്ങനെയാണ്. സിംഗിൾ ഇൻഡിവിജ്വൽ നോട്ട്സ് ആയിട്ട് ഒന്ന് കണ്ടു പഠിക്കാം. ഇതാണ് അതിൻ്റെ ആരംഭത്തിലുള്ള മ്യൂസിക്. ഒന്നുകൂടെ നോക്കിക്കോ. ഈ മൈനർ സ്കെയിലാണ്, നമുക്കറിയാം. അപ്പോൾ ഈയിൽ ആരംഭിക്കുന്നു, ഇതാണ് അതിൻ്റെ മ്യൂസിക്. ഈ മ്യൂസിക്കിൻ്റെ കൂടെ നമ്മളൊരു 4 കോഡ്സ് കൂടെ ആഡ് ചെയ്താൽ കേൾക്കാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. 4 കോഡ്സ് എന്ന് പറഞ്ഞാൽ, ആദ്യം ഈ മൈനർ കൊടുത്തുകൊണ്ട് മ്യൂസിക് ആരംഭിക്കുക. അടുത്തത് എയിലേക്ക് നമ്മുടെ ഫിംഗർ വരത്തില്ലേ, എയിൽ വരുന്ന സമയത്ത് ഡി മേജർ കൊടുക്കുക ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഈ മൈനറിൽ ആരംഭിക്കും, ഈ മൈനർ കോഡ് കൊടുത്തുകൊണ്ട് ആരംഭിക്കും. എന്നിട്ട് എയിലേക്ക് നമ്മുടെ ഫിംഗർ വരുമ്പോൾ അവിടെ നമ്മൾ ഡി മേജർ കോഡ് കൊടുക്കും. അപ്പോൾ അത് ആ 2 പോർഷൻ ഒരുമിച്ച് വരുമ്പോൾ, പിന്നെ അതിൻ്റെ ബാക്കി, പിന്നെ ജിയിൽ ആ മ്യൂസിക്കിൻ്റെ ബാക്കി കണ്ടിന്യൂവേഷൻ ജിയിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സി മേജർ കൊടുക്കുക. പിന്നെ ഇയിൽ വന്ന് അവസാനിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇ മൈനറും കൊടുക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് അത് പ്ലേ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരും. അത് ഇനിയും ഇപ്പം ഇവിടെ ഞാൻ പ്ലേ ചെയ്തത് പവർ കോഡ്സ് ആണ്. അപ്പോൾ നമ്മുടെ നോർമൽ കോഡ്സിൽ നമ്മളത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വരും. സഹനം വഴിയായി മരണത്തിന്മേൽ വിജയം നേടിയ മിശിഹാനാഥ, പരമാരാധ്യൻ രാജമഹേശ, രക്ഷകനായി നീ രാജിക്കുന്നു. ഇനി അതിൻ്റെ കോഡ്സ് പറയാം. പാട്ടിൽ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ പാടിയ പോർഷനിൽ വരുന്ന കോഡ്സ് ഇതൊക്കെയാണ്. ഇ മൈനർ ആദ്യം കൊടുക്കുന്നു, സഹനം, പിന്നെ വഴിയായി എന്ന് പറയുന്ന പോർഷനിൽ ഡി മേജർ, വഴിയായി എ മൈനർ, മരണത്തിൻ സി മേജർ, മേൽ, നെക്സ്റ്റ് ജി മേജർ, വിജയം, നെക്സ്റ്റ് ബി 7th നേടിയ, ദെൻ ജി മേജർ, മിശിഹ, ദെൻ ഡിയും ഇ മൈനറും കൂടെ വരും നെക്സ്റ്റിൽ. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സെയിം കോഡ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് പാട്ടിൽ കംപ്ലീറ്റ്. ഈ സെയിം കോഡ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക വരുന്നത്. അപ്പോൾ അത് ഒരുമിച്ച് വായിച്ചാൽ, സഹനം വഴിയായി മരണത്തിന്മേൽ വിജയം നേടിയ മിശിഹാനാഥ, പിന്നെ പരമാരാധ്യൻ രാജമഹേശ, അവിടെയും സെയിം കോഡ്സ് തന്നെ കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാം. ഇനി ആ പാട്ടിൻ്റെ BGM, ഇടയ്ക്കത്തെ മ്യൂസിക് ഉണ്ടല്ലോ, ഇതാണ് അതിൻ്റെ ഇടയ്ക്കത്തെ മ്യൂസിക്. അപ്പോൾ ആ മ്യൂസിക് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 2 കോഡ്സ് മതി, ഡി മേജറും ഇ മൈനറും. കേട്ടെ, അത്രയേ ഉള്ളൂ. ആ വായിച്ച് ആരംഭിക്കുന്ന സമയത്ത് ഡി മേജർ കൊടുക്കുന്നു, പിന്നെ ആ ഒരു സിയുടെ ഇടയ്ക്ക് കൊടുത്താൽ കേൾക്കാൻ കുറച്ചുകൂടെ ഭംഗിയാണ്. അതായത് ഡി മേജർ, സി മേജർ, ഇ മൈനർ, ആ 3 കൊടുത്താൽ. ഇനി സിമ്പിളായിട്ട് വായിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ വായിച്ചാൽ മതിയെങ്കിൽ ആദ്യം ഡി മേജർ കൊടുത്തിട്ട് പിന്നെ ഇ മൈനർ നേരെയും കൊടുത്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ വായിക്കാൻ ആരംഭിക്കുമ്പം ഡി മേജർ കൊടുത്തുകൊണ്ട് തുടങ്ങുന്നു, പിന്നെ സിയിൽ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സി മേജർ കൊടുക്കുന്നു, പിന്നെ മ്യൂസിക് അവസാനിക്കുന്ന നോട്ടിൽ വരുമ്പോൾ ഇ മൈനറും കൊടുക്കുന്നു. ഞാൻ ഈ കോഡ്സിൻ്റെ ഒക്കെ പവർ കോഡ്സ് ആണ് ലെഫ്റ്റ് സൈഡിൽ പ്ലേ ചെയ്തത് കേട്ടോ. അതുകൊണ്ട് നേരെ മൈനറോ മേജറോ എന്ന് നമുക്ക് അതങ്ങനെ കാണാൻ പറ്റത്തില്ല. നേരിട്ട് മൈനർ മേജർ വായിക്കാനാണെങ്കിൽ നമുക്കിവിടെ 2nd ഒക്ടേവിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വായിക്കാനാണെങ്കിൽ അങ്ങനെ വരും. ഡയറക്റ്റ് കോഡ്സ് ആണെങ്കിൽ നമ്മൾ കീബോർഡുകളിൽ ഇപ്പം പള്ളിയിൽ വായിക്കുന്ന കീബോർഡുകളിൽ നമ്മൾ വായിക്കുവാണെങ്കിൽ
സാധാരണ നമ്മൾ പവർ കോഡല്ല, ഇത് ഞാൻ ഈ പിയാനോയുടെ സൗണ്ടിൽ വായിക്കുന്നത് കൊണ്ട് അങ്ങനെ പ്ലേ ചെയ്തതേ ഉള്ളൂ, കേൾക്കാൻ കുറച്ച് രസമായതുകൊണ്ട്. അപ്പോൾ പള്ളിയിൽ വായിക്കുമ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾ റിതം ബാക്കപ്പ് ചെയ്താണല്ലോ വായിക്കുന്നത്. അപ്പോൾ അക്കോമ്പനിമെൻറ്റ് ഓൺ ചെയ്തിട്ട് പ്ലേ ചെയ്യുമ്പോൾ അത് നോർമൽ കോഡ്സായിട്ട്, നമ്മളിപ്പോൾ പറഞ്ഞു പോയ കോഡ്സായിട്ട്, പവർ കോഡ്സ് അല്ല, നോർമൽ കോഡ്സായിട്ട് തന്നെ അത് വായിച്ചു പോയാൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കോഡ്സ് വെച്ചിട്ട് ഈ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്യൂണാണ്, എന്നാൽ കേൾക്കാൻ വളരെ വളരെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ട്യൂണാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ കോഡ്സുമാണ്. അപ്പോൾ അത് വെച്ചിട്ട് പള്ളികളിലൊക്കെ ഇതൊന്ന് വായിച്ച് നോക്കണേ.